കരൂർ ദുരന്തത്തിൽ CBI ഓഫീസിൽ ഹാജരാകുന്നതിന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഡൽഹിയിലെത്തി. ഉടനെ ഓഫീസിലെത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. വിജയ്ക്ക് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, സംസ്ഥാന പോലീസിൻ്റെ, അതായത് തമിഴ്നാട് പോലീസിൻ്റെ അന്വേഷണത്തോട് കാര്യമായ രീതിയിൽ വിജയ് സഹകരിച്ചിരുന്നില്ല. വിജയുടെ ആവശ്യം CBI ഈ സംഭവത്തെക്കുറിച്ചൊരു അന്വേഷണം വേണം, അല്ലെങ്കിൽ CBI ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. ശേഷം പിന്നീട് CBI ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു, പ്രചരണ വാഹനം പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ വിജയോട് പിന്നീട് ഹാജരാകാൻ നോട്ടീസ് നൽകി. ഇന്നായിരുന്നു ആ കൃത്യമായ തീയതി. ഇന്നിപ്പോൾ അതിന് ഹാജരാകുമെന്നുള്ള ശക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു വലിയ എതിർപ്പൊന്നും ഇതുവരെയും പ്രകടിപ്പിച്ചിരുന്നില്ല. അത് പ്രകടമാണ്. ഇപ്പോൾ ഡൽഹിയിലേക്കും കൂടി എത്തിയിരിക്കുന്നു. എപ്പോഴത്തേക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? കൃത്യമായൊരു സമയം പറഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ 2 ദിവസത്തോളം നീളുമെന്നും കൂടി പറയുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. എത്രത്തോളം ശരിയാണ് കാര്യങ്ങളൊക്കെ? കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ വിജയ്, ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ഇപ്പോൾ CBI ആസ്ഥാനത്ത് എത്തി എന്നുള്ളൊരു വാർത്തയാണ് ലഭിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിൽ ഡൽഹിയിൽ എത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ CBI ആസ്ഥാനത്തേക്ക് എത്തി എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 ദിവസത്തോളം ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ്, അല്ലെങ്കിൽ നീണ്ടുപോകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് എത്രത്തോളം വ്യക്തമാണെന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ ഉടൻ അവസാനിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഇനിയിപ്പോൾ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും സെപ്റ്റംബർ 27-നാണ് ഈ തമിഴ്നാടിനെ അല്ലെങ്കിൽ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയ ഒരു ദുരന്തമുണ്ടായത്. 41 പേരുടെ ജീവനെടുത്ത ഈ ഒരു ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ CBIയിലേക്ക് എത്തി നിൽക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് അന്വേഷിച്ച സമയത്തും TVKയുടെ നിരവധി നേതാക്കളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ഒരു അന്വേഷണത്തോട് TVK ഉൾപ്പെടെയുള്ള TVKയും അതുപോലെ തന്നെ വിജയും ഇതിനോട് സമീപിച്ചത് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കാൻ CBI വരണമെന്നൊരു ആവശ്യം TVK തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതായത് കേസ് നിഷ്പക്ഷമായി തന്നെ അന്വേഷിക്കണം, അതിന് CBI തന്നെ വരണം, അല്ലെങ്കിൽ ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പുറത്ത് വരില്ല എന്നൊരു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം TVK തന്നെ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് CBI ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നതും അതിൽ വിജയെ നോട്ടീസ് നൽകി ഡൽഹിയിൽ ഹാജരാകാൻ പറയുന്നതും. എന്തായാലും ഇപ്പോൾ വിജയ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI ആസ്ഥാനത്ത് ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജയുടെ വാഹനമൊക്കെ തന്നെ പോലീസ് പിടിച്ചെടുത്തിരുന്നു, അല്ലെങ്കിൽ CBI പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ഈ വാഹനം വിട്ടു നൽകിയിരുന്നു. കർശന ഉപാധികളോടെയാണ് ഈ വാഹനം വിട്ടു നൽകിയത്. അതായത് വാഹനം സ്റ്റേറ്റ് വിട്ട് പുറത്ത് കൊണ്ടുപോകരുത്, എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു വാഹനം വിട്ടു നൽകിയത്. അതിനുശേഷമാണ് CBI ആസ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള നോട്ടീസ് CBI വിജയ്ക്ക് നൽകിയത്. അത് പ്രകാരമാണ് ഇപ്പോൾ വിജയ് CBI ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യത്തിനും അല്ലെങ്കിൽ വിമർശനങ്ങൾക്കുമാണ് വിജയും അതുപോലെ തന്നെ TVKയും നേരിടേണ്ടി വന്നത്. നമുക്കറിയാം, നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് വിജയെ ചോദ്യമുനയിൽ നിർത്തിയത്. ഈ രാഷ്ട്രീയവും സിനിമയും രണ്ടാണ്. സിനിമാ ജീവിതമല്ല രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ റിയാലിറ്റി മനസ്സിലാക്കണം തുടങ്ങി നിരവധി വിമർശനങ്ങൾക്കാണ് വിജയ് ഈ ഒരു ദുരന്തത്തിന് പിന്നാലെ ഇരയായത്. അതിന് പിന്നാലെ നിരവധി പേര് സപ്പോർട്ട് ചെയ്തും രംഗത്ത് വന്നിരുന്നു. അതായത് നേരത്തെയും ഇത്തരത്തിൽ 2 റാലികൾ നടത്തിയതിന് ശേഷമാണ് കരൂർ ഒരു റാലി നടത്തുന്നത്. നേരത്തെ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു പ്രശ്നം കരൂരിൽ ഉണ്ടായത് സുരക്ഷാ വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചയാണ്. അതിൽ TVK റാലി നടത്തിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിജയ്ക്ക് പൂർണ്ണമായും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് TVK മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് നേരിട്ട് എത്തി മഹാബലിപുരത്ത് വെച്ചിട്ട് നേരിട്ട് ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു. അവരുടെ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ചെലവുകൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഏറെ ചർച്ചയായപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കരൂർ ദുരന്തം. തീർച്ചയായും വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഏറെ മങ്ങലേൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ ഉണ്ടായിരുന്ന അതുവരെ 2 റാലികൾ നടത്തി അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും മൂന്നാമതൊരു റാലി നടത്തി 41 പേരുടെ ജീവൻ നഷ്ടമാകാനുള്ള സാഹചര്യത്തിൽ വിജയെ പരോക്ഷമായും നിരവധി പേർ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നടൻ വിജയ്. ഇനി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇത് നീണ്ടുപോകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും നടപടി
നടപടി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുക. എന്തായാലും നിലവിൽ ഇപ്പോൾ CBI ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജില, ഇതിലെ രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ DMK-യിലെ ചില നേതാക്കൾ ചില സംശയങ്ങൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതൊരു ആരോപണം എന്നുള്ള നിലയ്ക്കൊക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ കരൂർ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയിയെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു പാർട്ടിയായിരുന്നു BJP. നമ്മൾ അത്തരത്തിലുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അണ്ണാമലയുടെ നിലപാടൊക്കെ എത്തരത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ഒത്തുചേരലിന് വേണ്ടി നടത്തിയ നിലപാടാണോ എന്നുള്ള തരത്തിൽ പല നേതാക്കളും DMK അടക്കം നേതാക്കൾ സംശയം ഉന്നയിച്ചിരുന്നു. വിജയെ സംബന്ധിച്ച് കരൂർ ദുരന്തത്തിൽ വിജയ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ സെന്തിൽ ബാലാജിയുമൊക്കെയാണ്. ഒപ്പം TVK നേതാക്കളും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇപ്പോൾ DMK സംശയം ഉന്നയിക്കുന്നത് എന്താണ്, ഡൽഹിയിൽ കരൂർ ദുരന്തത്തെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ അന്വേഷണം എന്നുള്ളത്, അതിന് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് ഒരു ആരോപണം എന്നുള്ള നിലയ്ക്കേ അത്തരത്തിൽ വരുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും കൂടി ഒരു ഭാഗത്ത് ഉയരുകയാണ്. ഇപ്പോൾ നിലവിൽ CBI ആസ്ഥാനത്ത് എത്തി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വലിയ താമസമില്ല എന്നും കൂടിയാണ് വ്യക്തമാകുന്നത്. അല്ലേ രഞ്ജിൽ? തീർച്ചയായും ഇപ്പോൾ കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ആരോപണം, അതായത് ഈ ഒരു ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ വിജയെ കൂടുതലും വിജയ്ക്കെതിരെ ചോദ്യങ്ങളും അതുപോലെ തന്നെ വിമർശനം ഉന്നയിച്ചത് DMK സർക്കാരിന്റെ ഭാഗത്തു നിന്നുമാണ്, അല്ലെങ്കിൽ DMK നേതാക്കൾ തന്നെയാണ്. അന്ന് വിജയ്ക്ക് സപ്പോർട്ടായി അല്ലെങ്കിൽ വിജയെ പിന്തുണച്ച് നിന്നത് BJP അനുകൂല നേതാക്കളും BJP പ്രവർത്തകരും തന്നെയായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ ഒരു BJP നേതാക്കളുമായി ചർച്ച നടത്തിയ തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നു. എന്നാൽ അതൊക്കെ തന്നെ TVK നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നാലെ വിജയ് BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നു. അതായത് ഈ കരൂർ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിജയ്ക്ക് നൽകാനാകില്ല, ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ച തന്നെയാണ്, ഇത്രയും ആൾക്കൂട്ടം കൂടുന്നവരിടത്ത് വേണ്ട സുരക്ഷ നൽകിയില്ല എന്ന ഒരു വിമർശനം BJP-യും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ വിജയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളാണ് അന്ന് BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ TVK BJP-യുമായി ലയിക്കുന്നു അല്ലെങ്കിൽ BJP ചേരുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു അന്വേഷണം, ഈ CBI അന്വേഷണം വരുമ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യുന്നില്ല, ഡൽഹിയിലെത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതികരണമായി DMK-യുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനൊക്കെ തന്നെ ഇനി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അതിനുള്ള ഒരു ഉത്തരം വ്യക്തമായി നൽകാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും വിജയെ മാത്രം അല്ലെങ്കിൽ TVK മാത്രം പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആദ്യം മുതലേ ഉയരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, വേണ്ട സുരക്ഷ ഒരുക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നൊരു ആരോപണം അവിടെ ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക. എന്തായാലും ഇപ്പോൾ ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ് വിജയെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ ഭാവി ഏറെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കരൂർ ദുരന്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ 2 ദിവസം കൂടി നീണ്ടു പോകാനുള്ള സാധ്യതയും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകം തന്നെയാണ്. കാരണം TVK മാത്രമല്ല, സർക്കാരിനെയും പോലീസിനെയും ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ പോലീസിനെയും ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഇപ്പോൾ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, CBI ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. 11:30 ചോദ്യം ചെയ്യൽ തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അത് ഇനി ഇപ്പോൾ ആ സമയത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ആ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. മെല്ലെ അതിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ, അതായത് കരൂർ ദുരന്തത്തെ സംബന്ധിച്ച തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതിരുന്ന വിജയ്, CBI അന്വേഷണം ആവശ്യപ്പെട്ട വിജയ് ഇപ്പോൾ ഡൽഹി CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിജയെ സംബന്ധിച്ച് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത് DMK സർക്കാരിനെയാണ്, അല്ലെങ്കിൽ DMK സർക്കാരിനെതിരെയാണ് വിജയ് ഈ ഒരു സംഭവത്തിൽ ശബ്ദമുയർത്തുന്നത്. ഒപ്പം തന്നെ DMK ഉയർത്തുന്ന ചില ആരോപണങ്ങളും കൂടിയുണ്ട്. ചില രാഷ്ട്രീയ കൂടിച്ചേരലുകളുടെ തുടക്കമാണോ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലെന്നുള്ള നിലയ്ക്ക് എന്നുള്ളതും കൂടിയുണ്ട്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രമാണ് ഇനി തമിഴ്നാട്ടിലും ബാക്കിയുള്ളത്. എന്നാൽ നമുക്കത് നേരത്തെ വരും. കേരളത്തിനത് നേരത്തെ ആണെങ്കിൽ അത് കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്കും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അലയടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിജയ് പുറത്തിറങ്ങുന്നത്
ഏത് രീതിയിലായിരിക്കും ആ പുറത്തു വരവിനെ അല്ലെങ്കിൽ ആ തിരിച്ചിറക്കം എത്രത്തോളം രാഷ്ട്രീയത്തിൽ വിജയുടെ രാഷ്ട്രീയ ഭാവിയെ എത്രത്തോളം പിടിച്ചു കുലുക്കും, എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരുന്ന നിരീക്ഷകരൊക്കെ തന്നെ കൃത്യമായി നമ്മൾ മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയൊരു ചോദ്യം ചെയ്യലിന് ശേഷം അവിടെ പുറത്തേക്ക് വരുന്ന ആ വിജയുടെ കാഴ്ചയായിരിക്കും ഇനി ആരാധകർ, TVK അണികൾ കാത്തിരിക്കുന്നത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.